എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇഷ്ടം മാത്രം ഇന്ന് സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം കഴിഞ്ഞ ദിവസം ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഇഷിതയെന്ന് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നു. അങ്ങനെ തന്നെ ഉണരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആദ്യം ഉണർന്ന് പതുക്കെ തലയൊക്കെ ഇതായി വരുമ്പോഴത്തേനും നമ്മുടെ ഇഷിതയോട് ചോദിക്കുന്നു, എന്നെ അന്ന് ശുശ്രൂഷിച്ച ഡോക്ടറിലേന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നു അതേന്ന് പറയുന്നു. പിന്നെ എന്തിനാ എന്നെ ഇഷാദേന്ന് വിളിച്ചതെന്ന് ചോദിക്കുന്നു. അന്നേരം പറയുന്നു, അത് ഞാനന്ന് വേറൊന്നും പേരൊന്നും അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു പേരിട്ട് വിളിച്ചതാണെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. അങ്ങനെ ഇഷിതയോടൊരു ഇഷ്ടമൊക്കെ വരുന്നു. അങ്ങനെ ഇഷിത പറയുന്നു, നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രചനയാണെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ചെന്ന് തട്ടിക്കയറുകയാണ്, എൻ്റെ മോനെ നിങ്ങൾ ഇവിടെ വിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ പ്രിൻസിപ്പൾ മിണ്ടാതിരിക്കുക. അപ്പോൾ പിയൂൺ അങ്ങോട്ട് വരും. അപ്പോൾ പിയൂണിനോട് ചോദിക്കും, ആദ്യനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അത് അവൻ്റെ അച്ഛൻ്റെ കൂടെ കാറിൽ കയറി പോകുന്നത് കണ്ടെന്ന് പറയും. അപ്പോൾ പിയൂൺ പറയും, ഇപ്പം മനസ്സിലായല്ലോ, അവൻ്റെ അച്ഛൻ്റെ കൂടെയാണ് പോയത്, അല്ലാതെ വേറെ ആരുടെ കൂടെയല്ല പോയത് എന്ന് പറയും. അങ്ങനെ പ്രിൻസിപ്പൾ നന്നായിട്ട് തിരിച്ചു പറയുകയാണ്. തിരിച്ചു പറഞ്ഞതിന് ശേഷം നമ്മുടെ രചന ആകാശിൻ്റെ അടുത്ത് എന്നിട്ട് പറയും, അവൾ എൻ്റെ മോനെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയും. അങ്ങനെ കീയും വാങ്ങി അവിടുന്ന് പുറപ്പെടുകയാണ്. അതേ സമയത്താണ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ രചന വരുന്നു. രചന വന്നിട്ട് എടാന്ന് വിളിക്കുകയാണ്. അപ്പം നമ്മുടെ ആദ്യം പേടിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷിത ആദിയുടെ കയ്യിൽ പിടിച്ച് കണ്ണടച്ച് കാണിക്കും, കുഴപ്പമില്ല നീ കഴിക്കാൻ പറയും. അങ്ങനെ രചന വന്ന് തട്ടിക്കയറുകയാണ്. അതും ഇഷിതയോട്, നീയല്ലേ എൻ്റെ മോനെ തട്ടിക്കൊണ്ടുപോയതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇഷിത മോനോട് ചോദിക്കും, മോനെ നീ ആരുടെ കൂടെ വന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയും. അങ്ങനെ നമ്മുടെ ആദ്യം പറയുകയാണ്, ഇങ്ങനെ അച്ഛൻ്റെ കൂടെയാണ്, ചിപ്പിമോളുടെ കൂടെയാണ് വന്നതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇഷിതയോട് ഭയങ്കരമായിട്ട് തട്ടിക്കയറുന്നു, നീ എൻ്റെ മോനെ ഇനി കൊണ്ടുവന്നതിന് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ഇഷിത പറയും, നീ കൂടുതൽ ഇത് ചെയ്യണ്ട, നീ കൂടുതൽ ഇതാക്കുവാണെങ്കിൽ ഞാൻ ആദ്യം മഹേഷിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുമെന്ന് പറയും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുന്നു. നമ്മുടെ മഹേഷിനോടും തട്ടിക്കയറുന്നു. അതിനുശേഷം നമ്മുടെ ആദിയെ പിടിച്ച് വലിച്ച് എന്ത് ചെയ്യുകയാണ്, കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ആദിയോട് ആദിക്ക് മഹേഷിനോട് അവിടെയുള്ളവരോടൊക്കെ ചെറിയ ഇഷ്ടങ്ങളൊക്കെ വരികയാണ്. കാരണം ഈ രചന ഇങ്ങനെ തട്ടിക്കയറുന്ന കണ്ടിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.